നമസ്കാരം, വെൽക്കം ടു അവർ ചാനൽ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സർക്കിൾ ബേസ്ഡ് ഓഫീസർ റിക്രൂട്ട്മെന്റിന്റെ വിശദാംശങ്ങളാണ് ഇന്നത്തെ എന്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അതിന്റെ ഡീറ്റെയിൽസ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഓൺലൈൻ അപേക്ഷ ആരംഭിച്ചത് 9/5 നമുക്ക് 29 തീയതി വരെ അപേക്ഷിക്കാനായിട്ട് സാധിക്കും. മെയ് 29 തീയതി വരെ നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. ഹോൾ ടിക്കറ്റ് ലഭിക്കുന്നത് ജൂലൈ 2025 പറഞ്ഞിട്ടുണ്ട് നോട്ടിഫിക്കേഷനിൽ. അതേപോലെ ഓൺലൈൻ ടെസ്റ്റും ജൂലൈ 2025 ജോബ് സമ്മറി നോക്കുകയാണെങ്കിൽ പോസ്റ്റിന്റെ പേര് സർക്കിൾ ബേസ്ഡ് ഓഫീസർ CBO, ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. പോസ്റ്റിംഗ്സ് എന്ന് പറയുന്നത് കാൻഡിഡേറ്റ്സ് അപേക്ഷിച്ച സർക്കിളിൽ മാത്രമായിരിക്കും. അപ്പോൾ ടോട്ടൽ വേക്കൻസീസ് 2600 റെഗുലർ പ്ലസ് 364 ബാക്ക്ലോഗ് വേക്കൻസിയും കൂടെ ചേർത്ത് 2964 വേക്കൻസീസ് ആണ് ടോട്ടൽ ഉള്ളത്. സെലക്ഷൻ പ്രോസസ് നോക്കുകയാണെങ്കിൽ 4 സ്റ്റേജസ് ആയിട്ടാണ് സെലക്ഷൻ വരുന്നത്. ഓൺലൈൻ ടെസ്റ്റ് ഉണ്ട്, സ്ക്രീനിങ്, ഇന്റർവ്യൂ, ലോക്കൽ ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ അപേക്ഷിച്ച സർക്കിളിന്റെ ഭാഷയിൽ നമുക്ക് വായിക്കുവാനും എഴുതുവാനും മനസ്സിലാക്കുവാനുമുള്ള കഴിവ് വേണം. അപ്പൊ നമ്മൾ ഏത് സർക്കിളിലാണോ അപേക്ഷിക്കുന്നത് അവിടുത്തെ ലാംഗ്വേജിൽ നമുക്ക് വായിക്കുവാനും എഴുതുവാനും മനസ്സിലാക്കുവാനും അറിഞ്ഞിരിക്കണം. എന്നാൽ നിങ്ങൾ 10th അല്ലെങ്കിൽ 12th ക്ലാസ്സിൽ ഈ ലാംഗ്വേജ് പഠിച്ചതിന് പ്രൂഫ് ഉണ്ടെങ്കിൽ ഈ ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ടായിരിക്കില്ല. അതേപോലെ ഒരു സർക്കിളിൽ മാത്രം അപേക്ഷിക്കുക. പോസ്റ്റിംഗ് എന്ന് പറയുന്നത് അപ്ലൈഡ് സർക്കിളിൽ മാത്രമായിരിക്കും. അപ്പോൾ PWBD കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ട് അനുയോജ്യമായ ഡിസബിലിറ്റീസ് എന്ന് പറയുന്നത് വിഷ്വൽ ഇമ്പയർമെന്റ് ഉണ്ടായിരിക്കും, ഹിയറിംഗ് ഇമ്പയർമെന്റ്, ലോക്കോമോട്ടോർ ഡിസബിലിറ്റി, D&E. ഇത്രയാണ് അവർക്ക് അനുയോജ്യമായ ഡിസബിലിറ്റീസ് വരുന്നത്. ഇനി നമുക്ക് വേക്കൻസി ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. സർക്കിൾ അനുസരിച്ചുള്ള ഒഴിവുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് തിരുവനന്തപുരം സർക്കിൾ നോക്കാം. കേരള, ലക്ഷദ്വീപ് ആണ് ഈ സർക്കിളിൽ വരുന്നത്. ലാംഗ്വേജ് മലയാളം. ടോട്ടൽ റെഗുലർ വേക്കൻസീസ് 90 അതിൽ SC 13, ST 6, OBC 24, EWS 9, ജനറൽ 38. ബാക്ക്ലോഗ് വേക്കൻസീസ് 26 വരുന്നുണ്ട്. PWBD കോട്ട VI വരുന്നുണ്ട്, VI 3 ഉണ്ട്, HI 3, LD 2, D&E 2. അഹമ്മദാബാദ് സർക്കിളാണെങ്കിൽ ലാംഗ്വേജ് ഗുജറാത്തി, റെഗുലർ വേക്കൻസീസ് 240, ബാക്ക്ലോഗ് 54. അതേപോലെ അമരാവതി ലാംഗ്വേജ് തെലുങ്ക്, ഉറുദു, റെഗുലർ 180, ബാക്ക്ലോഗ് 6 വരുന്നുണ്ട്. ബംഗളൂരു ലാംഗ്വേജ് കന്നഡ, റെഗുലർ വേക്കൻസീസ് 250, ബാക്ക്ലോഗ് 39. ഭോപ്പാൽ സർക്കിള് ലാംഗ്വേജ് ഹിന്ദിയാണ് വരുന്നത്, റെഗുലർ 200, ബാക്ക്ലോഗ് 32. ഭുവനേശ്വർ ലാംഗ്വേജ് ഒഡിയ, റെഗുലർ വേക്കൻസീസ് 100, ബാക്ക്ലോഗ് 10. അതേപോലെ ചണ്ഡീഗഡ് സർക്കിൾ ആണെങ്കിൽ ലാംഗ്വേജ് ഉറുദു, ഹിന്ദി, പഞ്ചാബി വരുന്നുണ്ട്, റെഗുലർ 80, ബാക്ക്ലോഗ് 14. ചെന്നൈ സർക്കിൾ ആണെങ്കിൽ ലാംഗ്വേജ് തമിഴ്, അതേപോലെ റെഗുലർ 120, ബാക്ക്ലോഗ് 31. നോർത്ത് ഈസ്റ്റേൺ സർക്കിൾ വരുന്നുണ്ട്, അതിൽ ലാംഗ്വേജസ് പറഞ്ഞിട്ടുണ്ട്, റെഗുലർ പറഞ്ഞിട്ടുണ്ട്, ബാക്ക്ലോഗ് പറഞ്ഞിട്ടുണ്ട്. ഹൈദരാബാദ്, ജയ്പൂർ, കൊൽക്കത്ത, ലക്നൗ, മഹാരാഷ്ട്ര, മുംബൈ മെട്രോ സർക്കിള്, അതേപോലെ ന്യൂഡൽഹി സർക്കിളിലെ ലാംഗ്വേജ് ഹിന്ദി, റെഗുലർ 30, ബാക്ക്ലോഗ് 19. അങ്ങനെ സർക്കിൾ അനുസരിച്ചിട്ടുള്ള വേക്കൻസീസ് എല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കിന്റെ സബ്സിഡിയറീസിൽ ജോലി ചെയ്യുന്നവർക്ക് അപേക്ഷിക്കാനാകില്ല. SBIയിൽ ക്ലർക്ക്, സൂപ്പർവൈസർ, കോൺട്രാക്ട് ജോലിക്കാർക്കും അപേക്ഷിക്കാനായിട്ട് സാധിക്കില്ല. SBIയിൽ ഓഫീസർ ഗ്രേഡിൽ നിന്ന് റിസൈൻ ചെയ്തവർക്കും അതേപോലെ കോൺട്രാക്ട് എംപ്ലോയീസ് ആയിരുന്നിട്ട് റിസൈൻ ചെയ്തവർക്കും അപേക്ഷിക്കാനായിട്ട് സാധിക്കില്ല. PWBD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അതേപോലെ OBC നോൺ ക്രിമിലെയർ ആണെങ്കിൽ മാത്രമേ റിസർവേഷൻ ലഭിക്കുകയുള്ളൂ. OBCക്കാരാണെങ്കിൽ നോൺ ക്രിമിലെയർ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റിസർവേഷൻ ലഭിക്കുകയുള്ളൂ. ക്രിമിലെയർ ആണെങ്കിൽ റിസർവേഷൻ കിട്ടില്ല. OBC നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് 1/4/2025 നിന്ന് ഇന്റർവ്യൂ ദിവസം വരെയുള്ള കാലയളവിൽ എടുത്തതായിരിക്കണം. EWS കാൻഡിഡേറ്റ്സിന് റിസർവേഷൻ ലഭിക്കും, പക്ഷേ 2024-25 വർഷത്തെ വരുമാന വിവരങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഗവൺമെന്റ് PSU ബാങ്ക് എംപ്ലോയീസ് ആണെങ്കിൽ ഇന്റർവ്യൂവിന് പോകുമ്പോൾ NOC കൊണ്ടുവരേണ്ടത് നിർബന്ധമാണ്. നെക്സ്റ്റ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറഞ്ഞിട്ടുണ്ട്. അക്കാഡമിക് ക്വാളിഫിക്കേഷൻ, ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ അംഗീകരിച്ച യൂണിവേഴ്സിറ്റിയിൽ നിന്നുണ്ടായിരിക്കണം. അതുപോലെ തന്നെ മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, CA, കോസ്റ്റ് അക്കൗണ്ടന്റ് തുടങ്ങിയ ബിരുദങ്ങളുള്ളവർക്കും അപേക്ഷിക്കാനായിട്ട് സാധിക്കും. പ്രായപരിധി ആസ് ഓൺ 30/4/2025 21-നും 30-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. അതായത് 1/5/1995 30/4/2004 ഇടയിൽ ജനിച്ചവരാകണം. SC/ST ആണെങ്കിൽ 5 വർഷം ഇളവുണ്ട്. OBC നോൺ ക്രിമിലെയർ 3 വർഷം. PWBD SC/ST ആണെങ്കിൽ 15 വർഷം. PWBD OBC 13 വർഷം.
PWBD ജനറൽ അല്ലെങ്കിൽ EWS 10 വർഷം, എക്സ് സർവീസ്മാൻ ആണെങ്കിൽ 5 വർഷം ഇളവുണ്ട്. എക്സ്പീരിയൻസും സോൺ 30/4/2025 2 വർഷം മിനിമം എക്സ്പീരിയൻസ് ഉണ്ടാകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്ക് അല്ലെങ്കിൽ RRBയിൽ ഓഫീസർ ഗ്രേഡിലായിരിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. ജോബ് പ്രൊഫൈൽ മാച്ച് ചെയ്യാത്തവരുടെ അപേക്ഷ റിജക്റ്റ് ആകും. അതുപോലെ തന്നെ ലാംഗ്വേജ് പ്രൊഫഷൻസി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അപേക്ഷിക്കുന്ന സർക്കിളിന്റെ ലോക്കൽ ലാംഗ്വേജിൽ വായിക്കുവാനും എഴുതുവാനും മനസ്സിലാക്കുവാനും അറിഞ്ഞിരിക്കണം. നിങ്ങൾ 10th അല്ലെങ്കിൽ 12th ഈ ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രൂഫ് ഉണ്ടെങ്കിൽ ഈ ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ടായിരിക്കില്ല. 40% കൂടുതൽ ഭിന്നശേഷിയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്ക്രൈബ് ഉപയോഗിക്കുക. അതേപോലെ 40% താഴെ ഡിസബിലിറ്റീസ് ആണെങ്കിൽ സർക്കാർ അംഗീകൃത ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വേണം. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് കാറ്റഗറി കോഡാണ്. നിങ്ങൾ അപേക്ഷയിൽ ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് കാറ്റഗറിയാണ് അതിന് അനുയോജ്യമായിട്ടുള്ള കോഡുകൾ തിരഞ്ഞെടുക്കുക. SC ആണെങ്കിൽ 01, ST 06, OBC 11, ജനറൽ 16, EWS 21. പിന്നെ പ്രധാന കാര്യം എന്ന് പറയുന്നത് OBCയിൽ ക്രീമിലെയർ ആണെങ്കിൽ ജനറൽ വിഭാഗം തിരഞ്ഞെടുക്കുക. അതേപോലെ EWS അപേക്ഷകർക്ക് സർക്കാർ അംഗീകൃത വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഓൺലൈൻ എക്സാം ഉണ്ടായിരിക്കും. ആകെ 170 മാർക്കാണ്. ഒബ്ജക്റ്റീവ് ടെസ്റ്റ് 2 മണിക്കൂർ. അതിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ്, ബാങ്കിങ് നോളജ്, ജനറൽ അവയർനെസ് ആൻഡ് എക്കോണമി, കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാവും. നെക്സ്റ്റ് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് 30 മിനിറ്റ്. അതിൽ ഒരു ലെറ്റർ റൈറ്റിംഗ് ഉണ്ട്, പിന്നെ ഒരു എസ്സേ റൈറ്റിംഗും വരും. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിന് 50 മാർക്കാണ്. നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കില്ല. നെക്സ്റ്റ് സ്ക്രീനിങ് ആണ്. അതായത് കാൻഡിഡേറ്റ്സിന്റെ എക്സ്പീരിയൻസ് പരിശോധിച്ച് അർഹതയുള്ളവരെ മാത്രം എടുക്കുന്നതാണത്. പിന്നെ നെക്സ്റ്റ് ഇന്റർവ്യൂ 50 മാർക്കിൻ്റെത്. അതിൽ ബാങ്ക് നിശ്ചയിച്ച മാർക്ക് നേടണം. അതേപോലെ ഫൈനൽ റാങ്ക് എന്ന് പറയുന്നത് ഓൺലൈൻ പരീക്ഷ 75%, ഇന്റർവ്യൂ 25%, അതിന് 2 മാർക്ക് നോർമലൈസ് ചെയ്യപ്പെടും. പിന്നെ ഒരു ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റും ഉണ്ടാവും. നെക്സ്റ്റ് പരീക്ഷാ കേന്ദ്രങ്ങൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലായിട്ടാണ് പരീക്ഷ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അപേക്ഷിച്ചതിന് ശേഷം കേന്ദ്രം മാറ്റാനായിട്ട് നമുക്ക് സാധിക്കില്ല. അപ്പൊ അപേക്ഷ സ്ഥലത്ത് തന്നെ നമുക്ക് പരീക്ഷ എഴുതേണ്ടി വരും. ശമ്പള വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പേ സ്കെയിൽ 48,480 മുതൽ 85,920 വരെയാണ്. കൂടാതെ DA, HRA, ലീവ് ഫെയർ, POF, അതേപോലെ പെൻഷൻ, മെഡിക്ലെയിം മുതലായ ആനുകൂല്യങ്ങളും ലഭിക്കും. അതേപോലെ ബേസിക് പേ പറഞ്ഞിട്ടുണ്ട് 48,480 പ്ലസ് 2 ഇൻക്രിമെന്റുകൾ. അത് 2 വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്ക്. പിന്നെ 6 മാസം പ്രൊബേഷൻ പീരീഡ് ആയിരിക്കും. ഈ കാലത്ത് തന്നെ സ്ഥിരമായ ട്രെയിനിങ്ങും അതേപോലെ ഒബ്സർവേഷനും ഉണ്ടാവും. അപേക്ഷാ ഫീസ് വന്നിട്ട് ജനറൽ, OBC, EWS വിഭാഗത്തിന് 750 രൂപയാണ് അപേക്ഷാ ഫീസ്. SC, ST, PWBD വിഭാഗക്കാർക്കാണെങ്കിൽ ഫീസ് ഇല്ല. SC, ST, OBC, PWBD വിഭാഗത്തിൽപ്പെടുന്നവർക്ക് SBI ഓൺലൈൻ മോഡിൽ പ്രീ എക്സാം ട്രെയിനിങ് നൽകുന്നുണ്ട്. ഈ സൗകര്യം ലഭിക്കാനായിട്ട് നിങ്ങൾ അപേക്ഷയിൽ ആ കോളം ടിക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ട്രെയിനിങ് ഡീറ്റെയിൽസ് ബാങ്ക് വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ടിക്ക് ചെയ്താൽ മതി. അതേപോലെ അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് മെയ് 29 ഓൺലൈൻ മാത്രമാണ് അപേക്ഷ സ്വീകരിക്കുന്നത്. അപ്പോൾ അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ID പ്ലസ് മൊബൈൽ നമ്പരും ആവശ്യമാണ്. അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അതുപോലെ തന്നെ ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ, ID പ്രൂഫ്, ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ്, ജോബ് പ്രൊഫൈൽ പ്രൂഫ്, റെസ്യൂം, അതേപോലെ എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ്സ്, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിന്റെ ലേറ്റസ്റ്റ് ഫോം 16, അതേപോലെ ലേറ്റസ്റ്റ് സാലറി സ്ലിപ്പ്. ഇതൊക്കെ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആവശ്യമുള്ളവർ മാത്രം അത് കൊടുത്താൽ മതി. അതേപോലെ നമ്മുടെ കോൾ ലെറ്റർ ഡൗൺലോഡ് ചെയ്യേണ്ടത് ബാങ്കിന്റെ വെബ്സൈറ്റ് വഴിയാണ്. അപ്പൊ ലാസ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഇന്റർവ്യൂ സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ആണ്. അതായത് OBC നോൺ ക്രിമിലെയർ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ OBC നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് അന്ന് ഇന്റർവ്യൂവിനുള്ള സമയത്ത് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അതായത് 1/4/2025 മുതൽ ഇന്റർവ്യൂ തീയതി വരെ എടുത്തിട്ടുള്ള നോൺ ക്രിമിലെയർ OBC സർട്ടിഫിക്കറ്റ് ഇന്റർവ്യൂ സമയത്ത് സബ്മിറ്റ് ചെയ്യുക. അതേപോലെ തന്നെ EWS കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ 2024-25 സാമ്പത്തിക വർഷത്തെ ഇൻകം അടിസ്ഥാനമാക്കിയിട്ടുള്ള വാലിഡ് ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യുക. ലാസ്റ്റ് ആയിട്ട് എക്സാം സെന്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. കേരളയിലാണെങ്കിൽ സ്റ്റേറ്റ് കോഡ് 25 എക്സാം സെന്റർ ആലപ്പുഴയുണ്ട്, എറണാകുളം, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, പാലക്കാട്, തിരുവനന്തപുരം, തൃശൂർ. പിന്നെ തമിഴ്നാട് സ്റ്റേറ്റ് കോഡ് 40 സെന്റർ വരുന്നത് ചെന്നൈ, കോയമ്പത്തൂർ, മധുരൈ, സേലം, തിരുനെൽവേലി എക്സെട്ര.
അതേപോലെ മഹാരാഷ്ട്ര സ്റ്റേറ്റ് കോഡ് 29, സെന്റർ വരുന്നത് മുംബൈ, പൂനെ, നാഗ്പൂർ, നാഷിക് എക്സെട്ര. അങ്ങനെ എക്സാം സെന്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഫൈനൽ സെന്റർ കോൾ ലെറ്ററിൽ മാത്രമേ നമുക്ക് അറിയാനായിട്ട് സാധിക്കൂ. നിങ്ങളുടെ പ്രിഫേർഡ് എക്സാം സെന്റർ ആപ്ലിക്കേഷൻ ഫോമിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് സെലക്ട് ചെയ്യേണ്ടത്. തിരഞ്ഞെടുക്കപ്പെട്ട കാൻഡിഡേറ്റ്സ് മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് പാസ്സാകേണ്ടത് നിർബന്ധമാണ്. അതുപോലെ തന്നെ റിക്രൂട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സും SBIയുടെ വെബ്സൈറ്റിൽ മാത്രമാണ് ലഭ്യമാകുന്നത്. ഇത്രയും കാര്യങ്ങൾ അപേക്ഷിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.